നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ നോക്കിക്കഴിഞ്ഞാൽ പല കുട്ടികൾക്കും സയൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരിക്കും. അതിലുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും നമ്മൾ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ കാണുന്ന ടെക്നോളജി, നമ്മൾ ഡേ ടു ഡേ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഈ സയൻസിന്റെ തന്നെ ഡിറൈവ്ഡ് സാധനമാണ് ടെക്നോളജി. ഇതിന്റെ കോൺട്രിബ്യൂഷനാണ്. ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇനി നമ്മളെ ലൈഫ് ഡേ ടു ഡേ എളുപ്പമാക്കുന്ന ഒരു സാധനം സയൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കണക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മളെ കുട്ടികൾ +2 എല്ലാം കഴിഞ്ഞ് പിന്നെ കോളേജ് എല്ലാം കഴിഞ്ഞ് ജോലിയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാവുന്ന മേഖല എന്തായാലും സയൻസും അതിൻ്റെ അനുബന്ധ മേഖലയാണ്. അതിനെ STEM എന്നാണ് പറയുന്നത്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. സയൻസും സയൻസിൻ്റെ റിലേറ്റഡ് ഏരിയാസും. അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടാവുന്നത് സയൻസിലാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സൈറ്റിംഗ് ആയുള്ള ഓപ്പർച്യൂണിറ്റീസ് സയൻസിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സയൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഡേ ടു ഡേ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതിൽ പാർട്ടാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവരെ കാത്തിരിക്കുന്നത്.